റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഇംഗ്ലണ്ടിലെ പെനാൽറ്റി പോയിന്റുകളിൽ ഡ്രൈവർമാർക്ക് അനുകൂലമായി മാറ്റം വരുന്നു. നിലവിൽ മോട്ടോർ വാഹന കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ വാഹന ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുകയും അവരുടെ ഡ്രൈവിംഗ് റെക്കോർഡിന് പെനാൽറ്റി പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും. 20 മൈൽ മേഖലയിൽ അമിതവേഗതയ്ക്ക് 3 പോയിന്റുകൾ വരെയാണ് ലഭിക്കുക. ഈ നിയമത്തിൽ മാറ്റം വരുത്താനാണ് ലേബർ സർക്കാരിനോട് ഒരു പാർലമെന്ററി ഹർജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിരിക്കലും 20 മൈൽ പ്രദേശത്ത് 25 മൈൽ വരെ വേഗതയ്ക്ക് ഒരു പെനാൽറ്റി പോയിന്റ് മാത്രമാണ് നൽകുക എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. നിലവിലെ പിഴ അനുപാതികമല്ലാത്തതാണെന്നും പുനഃപരിശോധന ആവശ്യമാണെന്നും ഹർജിയിൽ പറയുന്നു. നിലവിലെ നിയമം അനുസരിച്ച് 20 മൈൽ വേഗതയുള്ള പ്രദേശത്ത് 25 മൈൽ വരെ വേഗതയിൽ പോകുന്നവരുടെയും അമിതവേഗം വാഹനം ഓടിക്കുന്നവരുടെയും പിഴ ഒന്ന് തന്നെയാണ്. പതിവായി വാഹനം ഓടിക്കുന്നവർക്ക് ഒന്നിലധികം പിഴകൾ ഈടാക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ഇൻഷുറൻസ് ചെലവുകളെയും ജോലി സാധ്യതകളെയും പോലും ബാധിക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 2025 നവംബർ 20 വരെയാണ് ഡേവിഡ് റിനാൽറ്റി നടത്തുന്ന ഹർജിയുടെ സമയപരിധി. ഇതിനുള്ളിൽ 10,000 ഒപ്പുകൾ സ്വീകരിക്കുകയാണെങ്കിൽ സർക്കാരിൽ നിന്ന് ഒരു പ്രതികരണം ലഭിക്കും. 1,00,000 ഒപ്പുകൾ ലഭിച്ചാൽ പാർലമെന്റിൽ ചർച്ചയ്ക്കായി പരിഗണിക്കുകയും ചെയ്യും. UK-യിൽ എല്ലാ ഹർജികളും 6 മാസത്തേക്കാണ് നീണ്ടു നിൽക്കുന്നത്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ കുടുംബ പേര് മാറ്റാൻ ആലോചിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അമ്മാവനുമായി ഹാരി രാജകുമാരൻ ചർച്ച നടത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അമ്മ ഡയാന രാജകുമാരിയുടെ കുടുംബ പേര് സ്പെൻസർ സ്വീകരിക്കുന്നതിനാണ് ഹാരി ആഗ്രഹിക്കുന്നത്. നിലവിൽ ഹാരിയുടെ കുടുംബ പേര് മൗണ്ട് ബാറ്റൻ വിൻസർ ആണ്. ഹാരി കുടുംബപ്പേര് ഉപേക്ഷിച്ചാൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക പേര് മക്കളായ ആർച്ചി രാജകുമാരനും ലിലിബറ്റ് രാജകുമാരിയും ഉപയോഗിക്കുന്നതിന് കാരണമാകുമെന്നാണ് കരുതപ്പെടുന്നത്. നോർത്താംപ്ടൺഷെയറിലെ അൽത്തോർപ്പിൽ എൽ സ്പെൻസറുമായി ഹാരി ഇതിനുള്ള സാധ്യത ചർച്ച ചെയ്തു. പക്ഷേ നിയമ തടസ്സങ്ങൾ മറികടക്കാനാകില്ലെന്ന് ഹാരിയോട് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. രാജകുടുംബത്തിന്റെ പേരായ വിൻസറും ഡ്യൂക്ക് ഓഫ് എഡിൻബർഗിന്റെ സർനെയിമായ മൗണ്ട് ബാറ്റനും ചേർത്തുള്ളതാണ് പേര്. ജനന സർട്ടിഫിക്കറ്റിൽ ആർച്ചി രാജകുമാരന്റെ ഔദ്യോഗിക പേര് ആർച്ചി ഹാരിസൺ മൗണ്ട് ബാറ്റൻ വിൻസർ എന്നാണ്. ലിലിബറ്റ് ഡയാന എലിസബത്ത് മൗണ്ട് ബാറ്റൻ വിൻസർ എന്നാണ് ലിലിബറ്റ് രാജകുമാരിയുടെ ജനന സർട്ടിഫിക്കറ്റിലെ പേര്. ഡയാനയുടെ സഹോദരനെ ഇത്തരമൊരു ആവശ്യവുമായി ഹാരി ബന്ധപ്പെട്ടെന്ന് വാർത്ത പിതാവ് ചാൾസ് രാജാവിനെയും സഹോദരൻ വില്യമിനെയും ചൊടിപ്പിക്കുന്നതാണ് എന്നും മറ്റുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തെക്കൻ ലണ്ടനിലെ ക്രോയ്ഡണിൽ 5th റോഡിൽ 20കാരി കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ശക്തമാക്കി. ഇന്നലെ രാവിലെ 9 മണി കഴിഞ്ഞ ഉടനെയായിരുന്നു സംഭവം. പോലീസും പാരാമെഡിക്സും വിവരമറിഞ്ഞ ഉടനെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു. വഴിയാത്രക്കാരനായ ഒരു കൗമാരക്കാരൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കുത്തേറ്റ യുവതി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു. കുത്തിൽ പരിക്കേറ്റ മറ്റൊരു വ്യക്തിയെ ലണ്ടൻ ആംബുലൻസ് സർവീസ് ജീവനക്കാർ ചികിത്സിച്ചു. പിന്നീട് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രായം 30കളിൽ ഉള്ള ഈ വ്യക്തിയെ പിന്നീട് കൊലപാതക കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണെന്ന് സ്കോട്ട്ലാൻഡ് യാർഡ് അറിയിച്ചു. തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പിന്നീട് അതിരൂക്ഷമായി തെരുവിലേക്ക് എത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. UK-യിൽ തുടങ്ങിയ വേനൽ പതിവിലും ചൂടേറിയ കാലമായിരിക്കും. ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് മെറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പ്. 2025 സാധാരണയേക്കാൾ ഇരട്ടി ചൂടുണ്ടാകുമെന്നാണ് പ്രവചനം. ഈ വർഷത്തെ വേനൽക്കാലം ഇതുവരെയുള്ളതിനേക്കാൾ അധിക ചൂടാകും. മെറ്റ് ഓഫീസിന് പുറമെ വിവിധ ഏജൻസികളിൽ നിന്നും ചൂടുള്ള കാലാവസ്ഥയാകുമെന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. UK-യിലാകെ ജലലഭ്യത കുറഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ കാലാവസ്ഥ പ്രശ്നം ജനങ്ങൾക്ക് തിരിച്ചടിയാകും. ജല ഉപയോഗങ്ങളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവും ഉണ്ടായിരിക്കും. വൻതോതിലുള്ള ജനസംഖ്യാ വർധന, തകർന്ന ഇൻഫ്രാസ്ട്രക്ചർ, കാലാവസ്ഥാ സമ്മർദ്ദങ്ങൾ എന്നിവ ചേർന്ന് രാജ്യത്ത് ജലവിതരണം പ്രതിസന്ധിയിലാക്കുന്നതായി ഗവൺമെന്റ് സമ്മതിച്ചു. ബ്രിട്ടൻ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്, ജലമന്ത്രി എമ്മ ഗാർഡി പറഞ്ഞു. കൺസർവേറ്റീവുകൾക്ക് കീഴിൽ ഈ മേഖലയിൽ നിക്ഷേപം കുറഞ്ഞതാണ് കാരണമെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഈ പ്രതിസന്ധി മൂലം അടുത്ത ദശകത്തിന്റെ മധ്യത്തിൽ കുടിവെള്ള വിതരണം ബുദ്ധിമുട്ടിലാകും. അതിനാൽ റിസർവോയറുകൾ നിർമ്മിക്കാനുള്ള അസാധാരണ ചുവടുവയ്പ്പുകളാണ് നടത്തുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേംബ്രിഡ്ജിലും നോർത്ത് സസെക്സിലും പുതിയ ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിക്കാൻ ഈ ജലക്ഷാമം തടസ്സമാകുന്നുണ്ട്. എന്നാൽ ഇമിഗ്രേഷൻ പരാജയങ്ങളുടെ പേരിലുള്ള വീഴ്ചകൾ മറച്ചുവെക്കാനാണ് ലേബർ ഈ തന്ത്രം ഇറക്കുന്നതെന്ന് ഷാഡോ എൻവയോൺമെന്റ് സെക്രട്ടറി വിക്ടോറിയ ആറ്റ്കിൻസ് പ്രതികരിച്ചു. നാട്ടിലെ വാർത്തകൾ. രാജ്യത്ത് വാണിജ്യാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില എണ്ണ കമ്പനികൾ കുറച്ചു. 19 കിലോ ഭാരമുള്ള സിലിണ്ടറിന് 24 രൂപയാണ് കുറച്ചത്. പുതുക്കിയ വില കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ വില നിലവിൽ വരുന്നതോടെ കൊച്ചിയിൽ വാണിജ്യാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില 1729.50 രൂപയാകും. കോഴിക്കോട് 1761.50 തിരുവനന്തപുരത്ത് 1750.50 ആയിരിക്കും പുതിയ വില. പാചകവാതക വിലകൾ എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയുമാണ് പരിഷ്കരിക്കാറുള്ളത്. അന്താരാഷ്ട്ര എണ്ണവിലയിലെ മാറ്റങ്ങൾ, നികുതി മാനദണ്ഡങ്ങൾ, സപ്ലൈ ഡിമാൻഡ് ഘടകങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും വില പരിഷ്കരിക്കാറുള്ളത്. രാജ്യാന്തര എണ്ണവിലയിലുണ്ടായ ഇടിവാണ് രാജ്യത്ത് LPG സിലിണ്ടർ വില കുറയാൻ കാരണം. വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന് മെയിൽ 15 രൂപയും ഏപ്രിൽ 43 രൂപയും കുറച്ചിരുന്നു.
ജില്ലാ കളക്ടർമാരുടെ സഹായത്തിനായുള്ള ഡഫേദാർ തസ്തിക ഇനിയില്ല. PSCയിലെ 21 ഡഫേദാർ തസ്തിക നിർത്തലാക്കാനാണ് സർക്കാർ നീക്കം. ഇനി മുതൽ ഡഫേദാർ തസ്തിക അറ്റൻഡർ തസ്തികകളാക്കി പരിവർത്തനം ചെയ്യും. ഇത് സംബന്ധിച്ച PSCയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. അറ്റൻഡർ തസ്തികകളിലെ സ്ഥാനക്കയറ്റ പോസ്റ്റാണ് ഡഫേദാർ. എന്നാൽ അറ്റൻഡർ സ്ഥാനത്ത് നിന്ന് പ്രൊമോഷൻ നേടി ഡഫേദാർ പോസ്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. തസ്തിക ഇങ്ങനെ നിൽക്കുന്നത് ജീവനക്കാരുടെ പ്രൊമോഷൻ സാധ്യത ഇല്ലാതാക്കുന്നതിനോടൊപ്പം പലരും പോസ്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തസ്തിക നിർത്തലാക്കുന്നത്. PSCയുടെ ശുപാർശ സർക്കാർ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് തസ്തിക നിർത്തലാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് 13 പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. അറ്റൻഡർ തസ്തികയിൽ കയറുന്ന ഒരാൾക്ക് ഡഫേദാറായി സ്ഥാനക്കയറ്റം കിട്ടിക്കഴിഞ്ഞാൽ വിരമിക്കുന്ന കാലം വരെ ഡഫേദാറായി തുടരേണ്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പ്രൊമോഷൻ തസ്തികയായി ഇത് ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. പകരം അറ്റൻഡർ തസ്തികയിൽ ഇരുന്നു കൊണ്ട് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മാത്രമാണ് ഈ പോസ്റ്റ് ഇപ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത്. ഇന്ന് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. അതോടൊപ്പം വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിച്ചത് പുറത്തിറക്കുകയും സർക്കാർ പീറ്റ്. അതോടൊപ്പം പരിഷ്കരിച്ച വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി. ഇതുപ്രകാരം ഹൈസ്കൂൾ ക്ലാസുകൾ ഇനി അരമണിക്കൂർ കൂട്ടും. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് സമയമാണ് കൂട്ടുക. ഇനി മുതൽ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകും. അതേസമയം അരമണിക്കൂർ അധിക ക്ലാസ് വെള്ളിയാഴ്ച ഉണ്ടാവില്ല. ഹൈസ്കൂളിൽ 1200 മണിക്കൂർ അധ്യയന സമയം ഉറപ്പാക്കാനായി 6 ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കും. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പൊതു അവധി ദിനങ്ങൾ വരുന്ന ആഴ്ചയിലെ ശനിയാഴ്ചകളിലാണ് പ്രവൃത്തി ദിനം വയ്ക്കുക. ആഴ്ചയിൽ തുടർച്ചയായി 6 പ്രവൃത്തി ദിനം വരാത്ത തരത്തിലാവും ശനിയാഴ്ചത്തെ ക്ലാസുകൾ. ഇതോടെ ആകെ 205 പ്രവൃത്തി ദിനങ്ങൾ ഹൈസ്കൂളിൽ ലഭിക്കും. UP വിഭാഗത്തിൽ 1000 മണിക്കൂർ അധ്യയന സമയം ഉറപ്പാക്കാനായി 2 അധിക ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കും. അങ്ങനെ ആകെ 200 പ്രവൃത്തി ദിനങ്ങൾ. അരമണിക്കൂർ അധിക ക്ലാസ് UPക്കാർക്കില്ല. LPയിൽ 800 മണിക്കൂർ അധ്യയന സമയം ഇപ്പോൾ തന്നെ ഉള്ളതിനാൽ അവർക്ക് അധിക ശനിയാഴ്ചകൾ പ്രവർത്തനമാക്കില്ല. വെള്ളിയാഴ്ച വരെ സ്കൂളിൽ പോയാൽ മതി. LP വിഭാഗത്തിൽ 192 അധ്യയന ദിവസങ്ങളാണ് ആകെ ഉള്ളത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ലയണൽ മെസ്സിയുടെ മാസ്റ്റർ കോസ്റ്റിന് നന്ദി. ഇന്റർ മിയാമി ശനിയാഴ്ച രാത്രി കൊളംബസ് ക്രൂവിനെ 5-1 പരാജയപ്പെടുത്തി. 8 തവണ ബാലൻഡ്യൂർ ജേതാവായ താരം 15-ാം മിനിറ്റിലും 24-ാം മിനിറ്റിലും 2 തവണ ഗോൾ നേടി. മറ്റ് 3 ഗോളുകൾക്ക് അസിസ്റ്റ് ചെയ്തു. മയാമിയിലെ ഓരോ സ്കോറിലും ഒരു പങ്ക് വഹിച്ചു. ഈ സീസണിൽ ഇപ്പോൾ അദ്ദേഹം 10 ഗോളുകൾ നേടിയിട്ടുണ്ട്. മേജർ ലീഗ് സോക്കറിൽ 3-ാം സ്ഥാനത്തും തന്റെ ടീമിനെ നയിച്ചതിലും ഒപ്പത്തിനൊപ്പം. 13-ാം മിനിറ്റിൽ ടാഡിയോ ആലൻഡയുടെ ഓപ്പണറെ മെസ്സി അസിസ്റ്റ് ചെയ്തു. 64-ാം മിനിറ്റിൽ ലൂയിസ് സുവാരസിന്റെ ഗോളിന് വഴിയൊരുക്കി. 89-ാം മിനിറ്റിൽ ഫാഫ പിക്കോൾട്ടിന് ഭക്ഷണം നൽകി ആധിപത്യ പ്രകടനം പുറത്തെടുത്തു. മെസ്സി കുറഞ്ഞത് 2 ഗോളുകളും 1 അസിസ്റ്റും നേടിയ തുടർച്ചയായ 2ാമത്തെ മത്സരമാണിത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.38 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.